തയ്യൽ തൊഴിലാളികൾ കാലാനുസൃതമായി വർദ്ധിപ്പിച്ചു അടയ്ക്കുന്ന അംശാദായ തുകയ്ക്ക് ആനുപാതികമായി റിട്ടയർമെന്റ് ആനുകൂല്യം 1.5 ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എടപ്പാൾ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അത് 2008 ജനുവരി മാസം തൊട്ട് 20 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും 2020 ഏപ്രിൽ മാസം തൊട്ട് 50 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് മാറി ആ 10 രൂപ നൽകുന്ന ഘട്ടത്തിലും 20 രൂപ നൽകുന്ന ഘട്ടത്തിലും നൽകി വന്നിരുന്ന 60,000 രൂപ റിട്ടയർമെന്റ് പദ്ധതി എന്നതിൽ നിന്നൊക്കെ മാറി 2020 ഏപ്രിൽ മാസം തൊട്ട് അതിനൊരു പുതിയ വ്യവസ്ഥ കൊണ്ടുവരികയും ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം അതിൻ്റെ റിട്ടയർമെന്റ് ആനുകൂല്യം, അതായത് 18 വയസ്സ് ക്ഷേമനിധിയിൽ ചേർന്ന് 42 വർഷക്കാലം കൃത്യമായി പണമടച്ച് 60 വയസ്സ് റിട്ടയർഡ് ആകുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് 1,50,000 രൂപയ്ക്ക് റിട്ടയർമെന്റ് കൊടുക്കും എന്ന് പറഞ്ഞ ആ ചാർട്ട് അംഗീകരിക്കാതെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അത് അധികമാണ് എന്ന് സർക്കാരിന് വീണ്ടും ബോധ്യപ്പെട്ട് വീണ്ടും ഇപ്പോൾ ഒരു പുതിയ ചാർട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുക. ഏതാണ്ട് 1,01,800 സംതിങ് രൂപയാണ് ഇപ്പോൾ ഒരു ഫ്രഷ് ചാർട്ട് നമ്മുടെ മുന്നിലുള്ളത്. അതും സർക്കാരിൻ്റെ മുന്നിൽ പരിഗണനയിലാണ് എന്നാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ. എന്നാൽ പഴയ ചാർട്ടിൽ നിന്ന് വ്യത്യസ്തമായി പഴയ ചാർട്ട് നൽകിക്കൊണ്ടിരുന്ന തുക പോലും ഇപ്പോഴും നമ്മുടെ ജില്ലക്കകത്ത് 69 പേർക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുക്കാൻ ബാക്കി നിൽക്കുക. 2019 നമ്മൾ പുതിയ പദ്ധതി തുടങ്ങിയപ്പോൾ നമ്മൾ തീരുമാനിച്ചത് 360 രൂപ സ്വാതന്ത്ര്യം പദ്ധതിയിലേക്ക് അടയ്ക്കണം എന്നാണ്. എന്താ സ്വാതന്ത്ര്യം പദ്ധതിയിലേക്ക് 360 അടയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം മലപ്പുറത്ത് വന്ന് ഒരു ക്ലാസ് എടുത്ത് ആ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് 1 രൂപ 365 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 360 ദിവസം നമ്മൾ പരിഗണിച്ച് 1 രൂപ ക്രമത്തിൽ അതിലേക്ക് സംഭാവനയായി ദാനമായി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണ് ഞാനും ഇവിടെ സംസാരിച്ചു പോയത്. ദാനമായി കൊടുക്കണം. ആ കൊടുക്കുന്ന സംഖ്യ ഉപയോഗിച്ച് നമ്മുടെ ആളുകൾക്ക് പ്രയാസം നേരിടുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു പോയത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം നമ്മൾ 360 രൂപ വെച്ച് നമ്മളത് വാങ്ങിച്ചു. ആ വാങ്ങിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ആ കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഗതി 2019 കോവിഡുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ നമുക്ക് നേരിട്ടു. നടുവട്ടം ശുഗപുര ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് MV നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KP സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KK കമ്മുണ്ണി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ CV ബിന്ദു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CV ചന്ദ്രിക ആശംസകൾ നേർന്നു. പത്മജ, KP രാജി, മോഹൻദാസ്, അസൂറ, ശോഭന എന്നിവർ സംസാരിച്ചു. മണി തവനൂർ, KP അശോകൻ, PT റഷീദ്, VP അബ്ദുൽ ഖാദർ, സിദ്ദീഖ്, സാജിദ, സ്മിത, ദീപ, സുശീല, സാവത്രി എന്നിവർ നേതൃത്വം നൽകി. എടപ്പാൾ ഏരിയ പ്രസിഡന്റ് C പ്രീത് സ്വാഗതവും റീന നന്ദിയും പറഞ്ഞു. റിപ്പോർട്ടർ മീഡിയ സ്കാൻ.